വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്ക് വയ്ക്കു ഞങ്ങളിലേ. അഗാധ നീലവാനമാം കരമുയർത്തി ഞങ്ങളെ അനുഗ്രഹിക്ക നിത്യകെ നിതാന്തവത്സരോത്സുകം നിതാന്തവത്സരോത്സുകം. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറെ പുതിയ കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. മ്യൂട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് സംസാരിക്കേണ്ട സമയം വരുമ്പോൾ ഞാൻ ഇവിടുന്ന് ഓൺ ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ യൂട്യൂബിലൂടെ ലഭ്യമാണ്. യൂട്യൂബിൽ ഇപ്പോൾ 15ഓ 16ഓ ആയിട്ട് ഈ വർഷത്തെ ക്ലാസ്സുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലേഡർ യൂഎസ്എസ് എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്കത് ലഭ്യമാണ്. നമുക്ക് ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്യുന്നത്. ഈ പ്രാവശ്യം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെ വരുന്നത് എനിക്കറിയാം. ഫ്രാക്ഷനിൽ വരാം, ഡെസിമലിൽ നിന്ന് വരാം, സ്ക്വയർ നമ്പേഴ്സിൽ നിന്ന് വരാം, ആൾജിബ്രയിൽ നിന്ന് വരാം, പിന്നെ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ ബന്ധപ്പെട്ട് ഇപ്രാവശ്യം വരാം, ലൈനിൽ വരുന്ന ഭാഗം നിന്ന് വരാം. ഇങ്ങനെ 10ഓ 20ഓ 25ഓ ടോപ്പിക്കിലൂടെ നിങ്ങളുടെ കടന്ന് ചോദ്യങ്ങൾ പലതും കടന്നു. ആ ചോദ്യങ്ങൾ ഓരോന്നോരോന്നും പരിചയപ്പെടുന്നതല്ലാണ്. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യന്റെ ഒരു ബേസ് നിങ്ങൾക്ക് കിട്ടും. ഗായത്രി, ഇത് എത്രയാണത് വായിക്കുന്നത്? 45/4 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 45 into 45 into 45 into 45. അത് എത്രയാണെന്ന് അറിയാമോ? 4100,625 അല്ലേ? മനസ്സിലായി? അതെനിക്ക് അറിയാം. ഇതെത്രയാ വായിക്കാൻ അറിയാം? 41,625,000. ഓക്കെ സർ, ശരിയാണ്. അപ്പോൾ 45ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയുടെ സ്ക്വയർ കണ്ടെത്താൻ വല്ലാണ്ട് അധ്വാനിക്കൊന്നും വേണ്ട. അവസാനം 25 എഴുതുക, അത് 5ന്റെ സ്ക്വയർ ആണ്. പിന്നെ ഇവിടെ ഉള്ളത് ആരാന്ന് പറഞ്ഞെങ്കിൽ 4 എന്ന സംഖ്യയെ തൊട്ടടുത്ത സംഖ്യയുടെ കുറിച്ചാണ്. 4×5 = 2025. ഇനി 9,995 എന്ന സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വരികൾ അധ്വാനിക്കണ്ട. 999 എന്ന സംഖ്യ 1000ന്റെ ചുവടയുള്ള സംഖ്യയാണ്. തൊട്ടടുത്ത സംഖ്യ 1000 ആണെങ്കിൽ 999 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ അവസാനം 3 0 വരും എന്ന് നിങ്ങൾക്കറിയാം. 5ൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ 25ലാണ് അവസാനിക്കുക. അപ്പൊ ഇതായിരിക്കും ഉത്തരം. അത് കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ നമ്മളെ ചോദ്യം ഒന്നല്ല കാര്യം. നമ്മളെ ചോദ്യം കഴിഞ്ഞ വർഷം വന്ന ചോദ്യമാണ്. ഈ 45/4 45/4 അത് 41,625 ആണ്. 45ന്റെ സ്ക്വയർ 2025 ആണെങ്കിൽ നിങ്ങളുടെ ചോദ്യം ഇതാണ്. ആ ചോദ്യം ഇതാ വിളിച്ചോളൂ, എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക. സ്ക്വയർ റൂട്ട് ഓഫ് 4100.625
ഡിവൈഡഡ് ബൈ 2025 എത്ര എന്നാണ്. കഴിഞ്ഞ വർഷം വന്ന ചോദ്യമാണ് ഗായത്രി. ഗായത്രി ആ ചോദ്യം വായിച്ചു. അതായത് 45 raised to 4 ആണ് 41,55,000. അതുപോലെ തന്നെ 45 സ്ക്വയർ ആണ് 225. ഇവിടെ ചോദ്യം എന്താണെന്ന് വെച്ചാല് റൂട്ട് ഓഫ് 4100.625 ഡിവൈഡഡ് ബൈ 2025. ലഘൂകരിക്കാനാണ് പറയുന്നത്. ഗായത്രിയുടെ ഫോണിൽ നിന്ന് എക്കോ വരുന്നുണ്ട് ഗായത്രി ഓൺ ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ പറയുമ്പോൾ എക്കോ വരുന്നുണ്ടോ ഫർമിൻ ജോസ്? ഇല്ല. ഇപ്പൊ ഗായത്രിയുടെ ഫോണ് 2 ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ വോളിയം ഒന്ന് കുറച്ച് വെക്കുക, എങ്കിൽ ക്ലിയർ ആയിക്കോളും. ശരി, അപ്പൊ നമുക്ക് റൂട്ട് ഓഫ് 4100.625 ഡിവൈഡ് ബൈ 2025 എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം. നിങ്ങൾ ഇതിനൊക്കെ ചെയ്തിട്ടുണ്ടാവും, എന്നാലും നോക്കാം. സമയക്കുറവ് കൊണ്ട് നമ്മൾ ഇതിനെ 1000 കൊണ്ടൊക്കെ ഗുണിക്കുകയാണ്. അതെന്തിനാണ് ഫർമിൻ ജോസ് 1000 കൊണ്ട് ഗുണിച്ചത്? അതിനെ പൂർണ്ണ സംഖ്യയാക്കാൻ. ആയിക്കോട്ടെ, എന്നാലും 100 കൊണ്ട് ഗുണിച്ചാൽ പോരായിരുന്നോ? ഞാൻ എന്തിനാണ് 1000 കൊണ്ട് ഗുണിച്ചത്? ഒരു സീറോയും കൂടെ കിട്ടി 50ന്റെ എന്റെ തൃപ്തികരമായ കുട്ടികളെ ഒന്ന് ഓൺ ചെയ്ത് നോക്കട്ടെ. എനിക്ക് വിചാരിച്ച ഉത്തരം കിട്ടുമോ നോക്കട്ടെ. എന്തിനാണ് മക്കളെ ഞാൻ 1000 കൊണ്ട് ഗുണിച്ചത്? ശേഷം ഫർമിൻ ജോസ്, അതാണ് ഫർമിൻ ജോസിന്റെ കാര്യം പിടികിട്ടിയോ? ദശാംശ ബിന്ദുവിന് ശേഷം 3 സ്ഥാനമുണ്ട്. ആ 3 സ്ഥാനം അങ്ങ് നീക്കം ചെയ്യണമെങ്കിൽ 1000 കൊണ്ട് ഗുണിച്ചേ മതിയാകും ഫർമിൻ ജോസ്. ഫർമിൻ ജോസിന് തോന്നുന്നുണ്ടോ മേലെയുള്ള, അതായത് ന്യൂമറേറ്ററിനെ 1000 കൊണ്ട് ഗുണിച്ചാൽ ഡിനോമിനേറ്റർ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ ഫർമിൻ ജോസിന്? ഇല്ല. അപ്പൊ അതേ സർക്യൂട്ടിനെ നമുക്ക് ഗുണിക്കണ്ടേ ഫർമിൻ ജോസ്? വേണം. അങ്ങനെയാകുമ്പോൾ ആ ഒരു സംഭവം എന്തായിട്ട് മാറും എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ്, അത് വീണ്ടും അവിടെ കിടക്കട്ടെ, അതിലൊന്ന് ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അത് ഇങ്ങനെ തന്നെ ആവും. 4,41,00,000 അല്ലേ 625 തന്നെ പോകും. കാരണം 1000 കൊണ്ട് വിളിച്ചാൽ അങ്ങനെ സംഭവിക്കും നമുക്കറിയാം. താഴെ എന്ത് സംഭവിക്കും ഫർമിൻ ജോസ്? 20,000 താഴെ സംഭവിക്കും 20,25,000 വരും. അങ്ങനെയാണെങ്കിൽ അവിടെ വേണ്ടാലോ, താഴെ നമുക്കൊരു പോയിന്റ് കൊടുക്കാലോ. താഴെ പോയിന്റ് ഉണ്ടല്ലോ ചോദ്യത്തില്, ഇല്ലേ ഗായത്രി? താഴെ പോയിന്റ് ഉണ്ട്. ശരി, താഴെ പോയിന്റ് 2025 വരും. അപ്പൊ നിങ്ങള് പോയിന്റ് കൂടി താഴെ ഇട്ടു 2025 എന്നാണ് ഈ ചോദ്യം തോന്നുന്നത്. നോക്കണം, ചോദ്യം എന്തൊരു നോക്കാം. ശരി, 2025 ഇനി ഇതാരെങ്കിലും ചെയ്ത കുട്ടികൾക്ക് ഉണ്ടോ നോക്കട്ടെ. മക്കളെ, നിങ്ങൾക്ക് ആരെങ്കിലും ഇതിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയും. 45 കിട്ടിയ കുട്ടിയുടെ പേരെന്ന് പറയാം. ഗായത്രി. ഗായത്രിക്ക് 45 കിട്ടിയിട്ടുണ്ട്. വേറെ ആരെങ്കിലും 45 കിട്ടിയവരുണ്ടോ? ആരെങ്കിലും? ശരി ശരി, ഓക്കെ. നമുക്ക് എങ്ങനെയാണ് ഈ 45ലേക്ക് വന്നത് എന്ന് നോക്കാം. എല്ലാ കുട്ടികളും ശ്രദ്ധിച്ചോ. ഇവിടെ പോയിട്ടുണ്ട് 2.025 തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ താഴെ പേര് 1000 കൊണ്ട് ഗുണിച്ചത്. അല്ലെങ്കിൽ മേലെ ഗുണിച്ചത് താഴെ ഗുണിക്കുന്നത് അർത്ഥം. ഇനി ഇത് ഈ 41,00,000 നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. സ്ക്വയർ റൂട്ട് ഓഫ് 45,41,00,000 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും?
അതാണ് ഇപ്പോഴത്തെ ചോദ്യം. അത് 45ന്റെ സ്ക്വയറിൽ എഴുതാൻ പറ്റുമോ? ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ സ്ക്വയർ ഇല്ല. ഈ 41,625,000 സ്ക്വയർ റൂട്ട് എത്രയെന്നറിയാം? സർ 2025 അല്ലേ? അതിന് 45 സ്ക്വയർ കൂടെ അല്ലേ ചോദ്യം? 45 സ്ക്വയർ. ഈ 41,00,000 നമുക്ക് 625 നമുക്ക് 45 സ്ക്വയർ കയ്യിൽ കൂടെ അല്ല എന്റെ ചോദ്യം. സർ 45 സ്ക്വയർ 2025 അല്ലേ? 2025. ശരി, ഇനി അതിന്റെ ഈ സ്ക്വയർ റൂട്ട് ആകുമ്പോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്നാണ് ചോദ്യം. സ്ക്വയർ റൂട്ട് ആകുമ്പോ ഇതിന്റെ സ്ക്വയർ 2025 അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതിന്റെ സ്ക്വയർ റൂട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 45 സ്ക്വയർ ബൈ 45 കിട്ടുമോ എന്നാണ് ചോദ്യം. മറ്റുള്ള കുട്ടികൾ എന്ന് പറയുന്നു ഇത് ഈ സ്ക്വയർ റൂട്ട് പുറത്തേക്ക് കഴിഞ്ഞാൽ 45 സ്ക്വയർ ബൈ 45 കിട്ടുമോ? 2025 45ന്റെ സ്ക്വയർ അല്ലേ? 2025 സ്ക്വയർ എനിക്ക് മനസ്സിലായി. അത് ഈ സ്ക്വയർ റൂട്ടിലേക്ക് പുറത്തേക്ക് എടുത്തപ്പോ ഇത് 45 ആയി. ഈ മേലുള്ളത് 45 സ്ക്വയർ കിട്ടില്ലേ എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ 45 സ്ക്വയറിൽ നിന്ന് 45 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 45 തന്നെയല്ലേ? അപ്പം ഇത് മനസ്സിലാകത്തില്ലെങ്കിൽ ഇപ്പൊ പറയാം, ഒന്നുകൂടി പറയാം. ഒന്നുകൂടി പറയാം. ഈ പർവീൻ ജോസ് ഇത് മനസ്സിലായോ? പർവീൻ ജോസിന് യെസ്. ഒന്ന് പറഞ്ഞു. ഇവിടെ 4100.625 ഡിവൈഡഡ് ബൈ 2.025 സ്ക്വയർ റൂട്ട് ഡിവൈഡഡ് സ്ക്വയർ റൂട്ട് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇതിന് രണ്ടിനും 0.3 സ്ഥാനം മാറ്റി ചെയ്തോണ്ട് നമ്മൾ 1000 കൊണ്ട് ഗുണിക്കുന്നു. മേളിലും താഴെയും 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ 41,625,000 കിട്ടുന്നു. താഴെ 2025 ലഭിക്കുന്നു. ഇതിനെ നമ്മൾ എടുക്കുമ്പോൾ 45 സ്ക്വയർ ഡിവൈഡഡ് ബൈ 45 എന്ന് ലഭിക്കുന്നു. അപ്പോൾ 45 തന്നെയാണ് 45 ആണ് നമുക്ക് ഇതിന്റെ ഉത്തരം ലഭിക്കുക. നമുക്ക് തയ്യാറാക്കുമ്പോൾ ഒരു ചോദ്യം തയ്യാറാക്കുമ്പോൾ 3 തരം കുട്ടികൾ മനസ്സിൽ കാണുന്നതിന് ഞാൻ പറഞ്ഞു. ഒരു ഗിഫ്റ്റഡ് കുട്ടി എന്താ ചെയ്യുന്ന അറിയില്ല, ഇതിനൊന്നും പോകില്ല. അവൻ 45/4 ഡിവൈഡഡ് ബൈ 45 സ്ക്വയർ ആദ്യം ചെയ്യും. എന്നിട്ട് 45/4 അവൻ ചെയ്യും 45/2 എന്ന് 4 രണ്ടാക്കി മാറ്റുകയും ഇവിടെയുള്ള 45/2 45 ആക്കി മാറ്റുകയും ചെയ്യും. അപ്പൊ ഈ 45 സ്ക്വയർ 45 കുറച്ചാൽ 45 തന്നെയല്ലേ? കാരണം x/m ഡിവൈഡഡ് ബൈ x/m ഈസ് ഈക്വൽ ടു x/m - n എന്ന് പഠിച്ചതല്ലേ? അപ്പൊ ഒരു ഗിഫ്റ്റഡ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഇത്രയും മതി. ഇനി അല്ലാതെ കുട്ടിയാണെങ്കിൽ ഇതെങ്ങനെ ചിന്തിക്കും? ഈ പോയിന്റ് 6.25 ഒഴിവാക്കാൻ 1000 കൊണ്ട് ഗുണിച്ചു, ഇവിടെ 0.25 ഒഴിവാക്കാൻ 1000 കൊണ്ട് ഗുണിച്ചു. അങ്ങനെ ഗുണിച്ചപ്പോൾ ഈ സ്ക്വയർ റൂട്ടിനുള്ളിൽ ഈ പറഞ്ഞിരിക്കുന്നത് 41,625,000 വന്നു. ഇവിടെ 2025 വന്നു. നിങ്ങളെ അവസ്ഥ ഈ 2025 സ്ക്വയർ റൂട്ട് 45 നിങ്ങൾക്ക് അറിയാം. പക്ഷെ എന്റെ ചോദ്യം 41,625,000 സ്ക്വയർ റൂട്ട് 45 സ്ക്വയർ അല്ലേ എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ നിങ്ങൾ മനസ്സിലാക്കിയ വൈകിപ്പോയത്. 41,625,000 സ്ക്വയർ ചെയ്താലോ അതിന്റെ സ്ക്വയർ റൂട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 40 ഇതിനെ തന്നെ സ്പ്ലിറ്റ് ചെയ്താൽ മതി. ഇതിനുള്ളിൽ തന്നെ 41,625,000 നിങ്ങൾക്ക് 45 സ്ക്വയർ ഇൻറ്റു 45 സ്ക്വയർ എന്ന് എഴുതാമല്ലോ കാര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ 45 സ്ക്വയർ ഇൻറ്റു 45 സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് 45 സ്ക്വയർ അല്ലേ? ഒരു 45 സ്ക്വയർ അല്ലേ? അതെ സർ. ഇപ്പോ മക്കൾക്ക് ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്?
ആ സർ മനസ്സിലായി. മറ്റുള്ള കുട്ടികൾ എന്ന് പറയും മനസ്സിലായി. ഓക്കെ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാം. നമ്മള് 41,60,25,000 നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിന്റെ സ്ക്വയർ റൂട്ടാണ് 45 സ്ക്വയർ. 2025 സ്ക്വയർ റൂട്ട് 45. അത് മനസ്സിലായി. 41,60,25,000 സ്ക്വയർ റൂട്ട് ചോദിക്കുമ്പോൾ അത് 45 സ്ക്വയർ ആണ് കാര്യം. അത് ആ രീതിയിൽ 45 സ്ക്വയർ ഡിവൈഡഡ് ബൈ 45 എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ആൾജിബ്രയിലുള്ള ചോദ്യമാണ്. ബീജഗണിതം പഠിക്കാൻ തീരുന്നു. കഴിഞ്ഞ വർഷം വന്നിരിക്കുന്ന ബീജഗണിതത്തിന്റെ ഒരു ചോദ്യമാണ് പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യം എന്താണെന്ന് നോക്കാം. ഈ വൺസ് പ്ലേസിന് ഡിജിറ്റിന്റെ വൺ പ്ലേസ്, ഒറ്റയുടെ സ്ഥാനത്ത് വൺസ് പ്ലേസില് വാട്ട് ഈസ് ദ ആൾജിബ്രിക് എക്സ്പ്രഷൻ? ബീജഗണിത രൂപം എന്താണ്? ആൾജിബ്രിക് എക്സ്പ്രഷൻ representing two digit numbers with 3 at the unit place. എന്ന് പറഞ്ഞാൽ ഒറ്റയുടെ സ്ഥാനത്ത് 3 വരുന്ന ഒരു 2 digit നമ്പർ വേണം. ഒറ്റയുടെ സ്ഥാനത്ത് 3 വരുന്ന ഒരു 2 digit നമ്പർ ഉണ്ടാക്കണം. അതിന് യോജിക്കുന്ന എക്സ്പ്രഷൻ ഏതാണ്? ബീജഗണിത രൂപം ഏതാണ് എന്നാണ് ചോദ്യം. അത് ഓപ്ഷൻ തരികയാണ്. നിങ്ങൾക്ക് പറ്റുന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തരുക. 10⁻n + 3. ഞാനവിടെ എന്നിന് 0, 1 അങ്ങനെ പോയി 9 കൊടുത്താൽ അത് ബീജഗണിത രൂപമാകുമോ? അത് കൃത്യമായിട്ട് എല്ലാത്തിനും ശരിയാകുമോ? നിങ്ങളാണ് ആലോചിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ ബി ആണ്. 10n + 3. അതിന് എന്നിന് 1 എന്ന് വില കൊടുത്തു, പിന്നെ എന്നിന് 2 എന്ന് വില കൊടുത്തു. അങ്ങനെ 10n + 3 എന്നതിന് എന്നിന് 1 എന്ന് കൊടുത്തു, 2 എന്ന് കൊടുത്തു, അങ്ങനെ 10 വരെ കൊടുത്താൽ ഈ രണ്ടൊക്കെ സംഖ്യ തയ്യാറാക്കിയിട്ട് അവസാനം 3 എടുക്കുന്നത് ശരിയാകുമോ? നിങ്ങൾ ആലോചിക്കും. ചോദ്യം. 10n + 3. എന്നിന് ഞാൻ 1 കൊടുത്തു, പിന്നെ 2 കൊടുത്തു, 3 കൊടുത്തു, അതേ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കൊടുത്ത് ഇത് തുടർച്ചയായിട്ട് പോവുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. എവിടെ വരെ പോകാം? ഇനി ഓപ്ഷൻ ഡി, 10n + 3 n = 1. അത് പിന്നെ 2 കൊടുത്തു നോക്കി, പിന്നെ 3 കൊടുത്തു നോക്കി, അങ്ങനെ 9 വരെ കൊടുത്തു. ഇതിലേതാണ് മക്കളെ? ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് 3 വരുന്നത്. സർ ഓപ്ഷൻ ബി ആണോ? ഓപ്ഷൻ ബി ആണെന്ന് മോൾ പറയുന്നുണ്ടെങ്കിൽ അത് ആ ഗൈഡിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലോ നോക്കിയിട്ട് ബി എന്ന ഓപ്ഷൻ കണ്ടുപിടിച്ച് പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ല സർ. പക്ഷേ ഞാനിവിടെ എഴുതിയപ്പോൾ നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ഞാൻ ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഗായത്രി മനസ്സിലായി? ഗായത്രി ഓപ്ഷൻ ബി ആണെങ്കിൽ ഇവിടെ ഞാൻ ഈ എന്നിൽ 1 വേണ്ടിയാണ്. ഒരു 10, 10, 10, 3, 13. അത് അവസാനം 3 വരുന്നുണ്ട്. പക്ഷേ ഇവിടെ അവസാനം 10 ഉണ്ട്. അപ്പൊ 10 പത്രത്തിലാണ് 100 അല്ലേ സർ? 100. 100ന്റെ കൂടെ കഴിഞ്ഞാൽ 3 കൂട്ടിയാൽ 103 അല്ലേ കിട്ടുക? പോലെ അതെങ്ങനെ ഈ അവസാനം ഈ രണ്ടക്ക സംഖ്യയിൽ 103 യോജിക്കും? ഞാൻ അത് ശ്രദ്ധിച്ചില്ല. നമുക്ക് മറ്റു കുട്ടികളോട് കൂടി ഒന്ന് ചോദിച്ചു നോക്കാം, അവരെന്ത് പറയുമെന്ന് അറിയണമല്ലോ.
മക്കളെ എന്ത് പറയുന്നു നിങ്ങൾ? ശരി ശരി ശരി. ഓപ്ഷൻ ഡി ആണ് ഗായത്രി. ഓപ്ഷൻ ഡി ആണ് എന്ന സത്യം മനസ്സിലാക്കുക. ഓപ്ഷൻ എന്താണ്? ഏതാണ്? ഡി ആണ്. അതല്ല, ഓപ്ഷൻ ഡി ആണ്. ഞാൻ എന്താ ചെയ്തതെന്നാല് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ സംഭവം ഞാൻ ഇവിടെ മാറ്റിക്കളയും, ഓപ്ഷൻ മാറ്റിക്കളയും. കാരണം നിങ്ങൾ അങ്ങനെ വെച്ചാൽ പറഞ്ഞത് വെച്ചിട്ട് ഇവിടെ 10 എന്നിവയാണ് 1 വരെ കൊടുത്തു. കുഴപ്പമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ ഒരു 10 10 13 കിട്ടും. 13 ഒറ്റയുടെ സ്ഥാനത്ത് 3 രണ്ടക്ക സംഖ്യയായി. രണ്ടക്ക സംഖ്യ ആവട്ടെ. ഞാൻ ഇവിടെ 2 വില കൊടുത്തു. 10 × 2 20 23 കിട്ടും. അവസാനത്തെ 3 ഇനി ആ 9 വരെ കൊടുക്കുന്നു. ഞാൻ 9 കൊടുത്തു. 10 × 9 90. 90 3 കൂടി കൂട്ടിയാൽ 93. അവിടെയും ഒറ്റയുടെ സ്ഥാനത്തക്കം 3 രണ്ടക്ക സംഖ്യ തന്നെ ലഭിക്കുന്നു. നിങ്ങൾക്കിത് മനസ്സിലായോ പറയുന്നത്? ഉണ്ടെങ്കിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ യെസ് എന്ന് വിളിച്ചു പറയും. യെസ് ആണ്. അപ്പൊ കുറെ യെസ്സുകൾ പറഞ്ഞു. ഗായത്രി യെസ് അല്ലേ പറഞ്ഞത് കുട്ടികള്? അതെ സർ. ആ ഗായത്രി, നമുക്ക് റേഷ്യോ ഒരു ചോദ്യം ചോദിക്കാം. കഴിഞ്ഞ വർഷമൊക്കെ ചോദ്യങ്ങൾ ധാരാളമാണ്. റേഷ്യോ എന്ന് പറഞ്ഞ ചോദ്യം പരിചയപ്പെട്ടു. ബാക്കിയുള്ളത് നിങ്ങൾക്ക് പരിചയപ്പെടാം. ആ ഗായത്രി, 2 പാത്രങ്ങൾ വരികയാണ്. പാത്രമായിട്ടില്ല. 2 പാത്രങ്ങൾ. 2 പാത്രങ്ങൾ. ആ 2 പാത്രങ്ങളുടെ ഉള്ളളവുകൾ 2:3 എന്ന അംശബന്ധത്തിലാണെന്ന് പറയുന്നു. ചെറിയ പാത്രത്തിൽ ഗായത്രി 1.5 ലിറ്റർ വെള്ളം. ഇതിൽ 1.5 ലിറ്റർ വെള്ളം. എങ്കിൽ ഗായത്രി വലിയ പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം? ഗായത്രി ചോദ്യം വായിച്ചേ. അതായത് ഇവിടെ 2 പാത്രം തന്നിട്ടുണ്ട്. ഒരു ചെറിയ പാത്രം, അതിലും കുറച്ച് കൂടുതൽ വലിയ ഒരു പാത്രം. അപ്പൊ അതിലെ വെള്ളം കൊള്ളുന്നതിന് കപ്പാസിറ്റിയുടെ റേഷ്യോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അംശബന്ധം എന്ന് പറയുന്നത് 2:3. അപ്പൊ ആ ഒരു ചെറിയ വെസലില് 1.5 ലിറ്റർ ആണ് കൊള്ളുമെങ്കിൽ രണ്ടാമത്തെ വെസലില് എത്ര ലിറ്റർ കൊള്ളും? The volumes of 2 vessels are in the ratio 2:3. If the smaller can contain 1.5 liters of water, how much liters of water is the larger can contain? അന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. The volumes of 2 vessels are in the ratio 2:3. Sir, Yes, fine. 2.5 1/4 എന്ന് ഉത്തരം വന്നുണ്ട്. ഞാൻ ആൻസർ പറയാൻ തന്നെ ക്ഷണിച്ചത്. ആൻസർ അല്ലേ ഇപ്പൊ പറയുന്നത്. ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചു നോക്ക്. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാത്രം. 2 പാത്രങ്ങൾ, അവയിൽ 2:3 എന്ന അംശബന്ധത്തിലാണ് അവയുടെ കണക്ക്. അതിൽ 2 എന്ന പാത്രത്തിൽ 1.5 ലിറ്റർ വെള്ളമുണ്ട്. എങ്കിൽ 3-ൽ എത്ര ഭാഗം വെള്ളം ഉണ്ടാകും? ശരി ശരി ശരി. ഇതിന് ഓപ്ഷൻ തരാൻ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് സന്തോഷമുണ്ട്. എന്നാലും ഞാൻ ഓപ്ഷൻ തരാം. 1.25 അതല്ല 2.25 അതല്ല മക്കളെ 2.5 അതല്ല 4.5 ഇതാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്. ടൈപ്പ് ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉത്തരം ഓപ്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സന്തോഷവുമുണ്ട്. ഗായത്രി ഉത്തരം കിട്ടി? കേട്ടില്ല സർ. ഇല്ലേ? കേട്ടില്ല സർ. നെറ്റില്ലേ? സർ പറയുന്നത് കേൾക്കുന്നില്ല.
പറയുന്നത് കേൾക്കുന്നില്ലേ ഫർമിൻ ജോസ്? സാർ കേൾക്കാം സാർ. അവൻ കേൾക്കുന്നുണ്ട്, ഗായത്രി കേൾക്കുന്നില്ല. സാർ ഇപ്പൊ ശരി, എന്തായിരുന്നു രണ്ട് രീതിയിൽ ഉത്തരം ചെയ്യാം. 2:3 എന്ന അംശബന്ധത്തിലാണെന്ന് പറഞ്ഞു. അപ്പൊ 2:3 നേരിട്ട് 4 മൊത്തം കിട്ടേ അനുപാതം പ്രൊപ്പോർഷൻ കാണിക്കാൻ വേണ്ടി. അപ്പം 2 ലിറ്റർ കൊള്ളുന്നതിന് 1.5 എന്ന് പറഞ്ഞു. അത് 1.5 ആദ്യം എഴുതി. 3 ലിറ്റർ 3 ഉള്ളതില് 3 ഭാഗം ഉണ്ടെങ്കിൽ അത് വലുതിലേക്കുള്ളത് നമുക്കറിയില്ല. അതിന് വേണ്ടി നമുക്ക് എക്സ് തന്നെ കൊടുക്കാം. എക്സ് എന്ന് കൊടുത്തത് ആണിപ്പോ എക്സിന് കൊടുത്തോളാം. ഗായത്രി, സാർ ഈ രണ്ടും എക്സ് തമ്മിൽ കുറിച്ചാൽ എത്രയാണ്? 2x. 2x. അത് മനസ്സിലായി. സാർ 3 1.5 കുറിച്ചാലോ? ഈ 1.5 നമുക്കൊരു കാര്യം ചെയ്താലോ? 1 2 2 3/2 ചെയ്തിക്കൂടെ ഗായത്രി? സാർ എഴുതാം. അപ്പോൾ 3 3/2 തമ്മിൽ കുറിച്ചാലോ? 9/2 അല്ലേ സാർ? 9. അത് മനസ്സിലായി. ഈ 2x 9/2 എഴുതുമ്പോൾ എക്സ് 2x എന്ന് പറഞ്ഞാൽ 2x ആണ്. അപ്പൊ 9/2 ചെയ്തിക്കൂടെ ഗായത്രി? സാർ എഴുതാം. ഈ 9/2 എന്ന് പറഞ്ഞാൽ അത് 9/4 അല്ലേ ഗായത്രി? സാർ ഈ 9/4 എന്ന് പറഞ്ഞാൽ എത്രയാണ് ഗായത്രി? 2 1/4. 9 2 4 8 ബാക്കി 1 2 1/4 ഓപ്ഷൻ ഉണ്ടോ? സാർ ഉണ്ട്. ഇനി വേറൊരു വിദ്യയുണ്ട്, മനക്കണക്കായിട്ട് ചെയ്യുന്നത്. ഇതിങ്ങനെ വെറുതെ ഈ രീതിയിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല, മനക്കണക്കായിട്ട് ചെയ്യാം. നമുക്ക് ഈ 1.5 2 ഭാഗമാക്കണം. 1.5 2 ഭാഗമാക്കിയാൽ 3/4 3/4 3/4 നീക്കാൻ പറ്റുമോ ഗായത്രി? സാർ ഓ, അപ്പൊ 2 3/4 ചേർന്നാൽ 1.5 ആയി അല്ലേ? സത്യം. അതെ സാർ. അപ്പൊ 3 3/4 ചേർന്നാലോ? 2.25. 3 3/4 കണ്ടാണെങ്കിൽ അർത്ഥം 3 × 3/4 എന്നല്ലേ? അതെ സാർ. അങ്ങനെയാണെങ്കിൽ അത് 9/4 കിട്ടില്ലേ? സാർ മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ മറ്റു കുട്ടികളൊന്ന് വിളിക്കട്ടെ. പറഞ്ഞു ജോസ്, ഇത് മനസ്സിലായോ ഈ സംഭവം? മനസ്സിലായി. അതെന്തിനാണ് ഞാൻ ഈ 1.5 ഇങ്ങനെ ചെയ്തത്? സാർ മേളിലെ 2 ആണല്ലോ അതിന്റെ റേഷ്യോയുടെ. അപ്പൊ നമ്മള് റേഷ്യോ കൊണ്ട് ഹരിച്ചു. അപ്പൊ ഇതിന് ഏതാ എളുപ്പം? ഈ പറഞ്ഞിരിക്കുന്ന അവസാനം പറഞ്ഞതാണോ അതല്ല ഈ രീതി ചെയ്തതാണോ? ഇതിന് ഏതാ എളുപ്പം തോന്നുന്നത്? അടിയിലത്തെ. അടിയിൽ. ശരി, ഞാൻ മറ്റു കുട്ടികളോടും ചോദിച്ചു നോക്കട്ടെ. മക്കളെ, നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയാം, ഇല്ലെങ്കിൽ കോഹോസ്റ്റ് എന്ന് പറഞ്ഞു തരും. പറയൂ. തീരെ മനസ്സിലാകാത്ത കുട്ടികള് ഒന്ന് ലോ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗായത്രി ഈ 2 രീതിയിൽ മനസ്സിലായോ? സാർ മനസ്സിലായി. വളരെ വ്യക്തമായിട്ട്. ഗായത്രിയുടെ ഫോൺ പോയി തോന്നുന്നു. പറഞ്ഞു ജോസ്, അത് പറഞ്ഞോളൂ. ഇവിടെ 2 ഭാഗങ്ങളുണ്ട്. അവയുടെ അംശബന്ധം എന്ന് പറയുന്നത് 2:3 എന്നാണ്. 2:3 എന്ന അംശബന്ധത്തിലെ 2 എന്ന അളവുള്ള പാത്രത്തിൽ 1.5 ലിറ്റർ വെള്ളമുണ്ട്. ഇതിൽ അപ്പോൾ 3യിൽ എത്ര ലിറ്റർ വെള്ളമുണ്ട് എന്നാണ് ചോദ്യം. അതായത് നമ്മളിപ്പോൾ ആദ്യം ഇവിടെ 2:3 1/2 x എന്നെടുക്കുന്നു. x ആണ് 3ന്റെ
എത്ര വെള്ളമുണ്ട് എന്നതിന്റെ അളവ്. ഇനി നമ്മൾ 2-നെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2x ലഭിക്കുന്നു. 3-നെ 1/2 കൊണ്ട് 1/2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 9/2 എന്ന് കിട്ടുന്നു. 9/2 ഡിവൈഡഡ് ബൈ 2 എന്ന് നമ്മൾ 9/4 എന്ന് എഴുതുന്നു. 9/4 എന്ന് പറയുന്നത് 2 and 1/4 ആണ്. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് 1/2 നമ്മൾ 2 ഭാഗിക്കുന്നു. മുക്കാലും. അപ്പോൾ അതിന്റെ കൂടത്തിൽ ഒരു 1/4 കൂടെ ചേർത്താൽ 9/4 എന്ന കൃത്രിമ രൂപത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കും. അതായത് 1/4 × 3. അപ്പോൾ 9/4. എന്താണ് അതിന്റെ കൂടെ വീണ്ടും ഒരു 1/4 എഴുതി കൊടുക്കുന്നത്? മേളിലെ 1/2 എന്ന് പറയുന്നത് മേളിലത്തെ അംശബന്ധമായ 2 കൊണ്ട് ഹരിക്കുന്നു. അപ്പോഴാണ് നമുക്ക് 1/4 ലഭിക്കുന്നത്. ശരിയാണ്. അപ്പോ ഇനി മനസ്സിലാക്കാത്തവര് യൂട്യൂബില് ഈ വീഡിയോ കാണുക. അപ്പൊ മനസ്സിലായിക്കോളും. എന്നിട്ടും മനസ്സിലാകാത്ത കുട്ടികൾക്ക് നേരിട്ട് എന്നെ വിളിക്കാം. എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്കും ഇനി പരീക്ഷയ്ക്ക് അടുത്തതാണ്. നിങ്ങൾക്ക് എന്ത് ചോദ്യത്തിലും മക്കളെ ഇതാണ് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. അടുത്ത വർഷത്തെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇത് ചർച്ച ചെയ്യും. 868617 വീണ്ടും 1729 എന്നാണ്. അപ്പൊ 171729 ഇതിലേക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസറിനൊക്കെ മറുപടി അപ്പൊ തന്നെ തിരിച്ചു തരും. ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലൂടെ പറയും. അപ്പൊ ഈ ക്ലാസ്സുകൾ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ പോകാൻ നമുക്ക് അടുത്ത ചോദ്യം. നിങ്ങളുടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ലാസ്റ്റ് യൂണിറ്റ് ഏതാണ്? അതിന്റെ പേരെന്താ? സെക്കൻഡ് വാളത്തിൽ ലാസ്റ്റ് യൂണിറ്റ് ഏതാണ്? അറിയില്ല. ആരും അറിയില്ല. വോളിയം പുസ്തകത്തിലെ ലാസ്റ്റ് യൂണിറ്റ് ഏതാണെന്നുള്ള മറ്റു ചോദിച്ചു. എന്താണ് ഡയഗ്രം. ശരി, മനസ്സിലായി. ഞാൻ അതിലേക്ക് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷം തന്നെ വന്നതാണ്. ഒരു പൈ ചാർട്ട് വരയ്ക്കാൻ പോവുകയാണ്. അപ്പൊ ആ പൈ ചാർട്ട് വരയ്ക്കുമ്പോൾ അതിന് ചോദ്യം വരാം. ഞാൻ അതിങ്ങനെ നേരെ പകുതിയാണ്. നിങ്ങൾ വരയ്ക്കണേ എന്നെ കൂട്ടി. പിന്നെ ഞാനിങ്ങനെ ഇതിങ്ങനെ പകുതിയാണ്. ഒരു 90 ഡിഗ്രി അറിയാം. ഇവിടെ ഇങ്ങനെ ഇതുപോലെ നിങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ എന്ത് ചെയ്യും? ഒരു 60 ഡിഗ്രി അങ്ങോട്ട് അടയില്ല. ശരി, ഇതുപോലെ വരച്ചു കഴിഞ്ഞാല് നിങ്ങൾ യേസ് എന്ന് ഉറക്കെ പറഞ്ഞാൽ നന്നായി. അത്രയും വേണം. ഗായത്രി, ഫോൺ ശരിയായോ? റെഡിയായോ ഫോണില്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ പോകുന്നത് തോന്നുന്നില്ലേ ഗായത്രി? സാരമില്ല. മോനെ, ഇത് മാത്സ് ക്ലബാണ് സ്കൂളിലെ. ഏത് ഈ കാണുന്നത് സ്കൂളിൽ മാത്സ് ക്ലബ്, കണക്ക് ഗണിത ക്ലബാണ് നമ്മള്. ഈ 60 ഡിഗ്രി അടയാളപ്പെടുത്തിയിരിക്കുന്നത് സയൻസ് ക്ലബാണ് ഗായത്രി. ഇവിടെ അടയാളപ്പെടുത്താത്തത് ഇംഗ്ലീഷിന്റെ ക്ലബാണ്. അതൊരു ലേശയുള്ളൂ ഇംഗ്ലീഷ്. പിന്നെ ഇത് വിദ്യാരംഗമാണ്. 90 ഡിഗ്രി വിദ്യാരംഗം. എന്താണ് വിദ്യാരംഗം?
ചോദ്യം ഇംഗ്ലീഷിൽ ആദ്യം ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്യാം. അപ്പൊ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഇംഗ്ലീഷിൽ വളരെ എഴുതിക്കോളും. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചാൽ all 180 students of 7 in a school are members of one club or other. A pie chart showing the number of students in each club is shown below. എന്തൊക്കെയോ അവർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതൊന്നല്ല അവർ ടൈപ്പ് ചെയ്തു. എന്തായാലും ഗായത്രി ഇതിലെന്തൊക്കെയാ സംഭവങ്ങളെ പറയാം. All 180 students, ബാക്കിയുള്ള ഞാൻ തിരിച്ചു തരാം. 7th സ്റ്റാൻഡേർഡ് 7ാം ക്ലാസ്സിലുള്ള 180 കുട്ടികൾ. അവർ പല ക്ലബിലെയും മെമ്പർമാരാണ്. അപ്പൊ ഇവിടെ ഒരു പൈ ചാർട്ട് വരച്ചിട്ടുണ്ട്. അപ്പം ഈ പൈ ചാർട്ടില് ഓരോ ക്ലബിലുള്ള ഒരു പൈ ചാർട്ട് ഇവിടെ വരച്ചിട്ടുണ്ട്. ഇപ്പൊ മലയാള മീഡിയം കുട്ടികളുണ്ടെങ്കിൽ മലയാള മീഡിയം കുട്ടികൾക്ക് കൃത്യമായിട്ട് എഴുതിയെടുക്കാം. ഒരു സ്കൂളിലെ 7ാം ക്ലാസ്സിലെ 180 കുട്ടികളും ഏതെങ്കിലും ഒരു ക്ലബിലെ അംഗമാണ്. ഓരോ ക്ലബിലെയും അംഗങ്ങളുടെ വിവരം സൂചിപ്പിക്കുന്ന ഒരു വൃത്ത ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. വൃത്ത ചിത്രം അത് മാത്സ് ക്ലബിൽ അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. സയൻസ് ക്ലബ് 60 ഡിഗ്രി കാണിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ക്ലബ് കാണിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പൊ നിങ്ങളോടുള്ള ചോദ്യം, ഈ താഴെ കൊടുത്തിരിക്കുന്നതിന് ശരിയായ പ്രസ്താവന ഏതെന്നാണ് എന്നാണ് നിങ്ങളോടുള്ള ചോദ്യം. അപ്പൊ പ്രസ്താവനയാണ് നിങ്ങൾ ഏതാണ് ശരിയെന്ന് വെക്കേണ്ടത്. അപ്പൊ നമുക്ക് ആ പ്രസ്താവനകൾ ഓരോന്ന് വായിക്കാം. നിങ്ങൾ ഒന്ന് എഴുതിയെടുത്തത് നല്ലതായിരിക്കും. അപ്പൊ ഞാൻ ആ പ്രസ്താവന ഷോർട്ടായിട്ട് ഇവിടെ എഴുതാൻ പോവുകയാണ്. A 7ാം ക്ലാസ്സിലെ കുട്ടികളിൽ 30% ഇംഗ്ലീഷ് ക്ലബിലുണ്ട് എന്ന് പറയുന്നു. ഇംഗ്ലീഷ് ക്ലബിൽ ആ പ്രസ്താവന ശരിയായിരിക്കുമോ എന്ന് നിങ്ങളാണ് പറയുന്നത്. 7ാം ക്ലാസ്സിലെ കുട്ടികളിൽ 30% ഇംഗ്ലീഷ് ക്ലബ് അംഗമാണ്. ആ പ്രസ്താവന ശരിയാണോ? ബി 7ാം ക്ലാസ്സിലെ കുട്ടികളുടെ 1/3 ഭാഗം 1/3 ഭാഗം ഇംഗ്ലീഷ് ക്ലബ് അംഗങ്ങളാണ്. ഈ പ്രസ്താവന ശരിയാണോ? ഓപ്ഷൻ സി 7ാം ക്ലാസ്സിലെ കുട്ടികളുടെ 1/12 ഭാഗം ഇംഗ്ലീഷ് ക്ലബ് അംഗങ്ങളാണ്. അതാണ് ശരി. ഓപ്ഷൻ ഡി ഇംഗ്ലീഷ് ക്ലബിൽ ആകെ 54 കുട്ടികൾ ഉണ്ട്, അംഗങ്ങളുണ്ട്. ഒന്നുകൂടി വായിക്കാം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത്, ഓപ്ഷനില്ല പ്രസ്താവന എ കൊടുത്തിരിക്കുന്നത് 7th സ്റ്റാൻഡേർഡിൽ 30% ഇംഗ്ലീഷ് ക്ലബ് അംഗങ്ങളാണെന്ന് പറഞ്ഞു. അത് ഈ പൈസ 30% ഇംഗ്ലീഷ് ക്ലബ് അംഗങ്ങളാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇനി ബി എന്നത് 1/3 ഭാഗം ഇംഗ്ലീഷ് ക്ലബ് അംഗങ്ങളാണെന്ന് പറയുന്നത്. സി പറയുന്നത് 1/12 ഭാഗം 7ാം ക്ലാസ്സിലെ കുട്ടികളുടെ 1/12 ഭാഗം ഇംഗ്ലീഷ് ക്ലബ് അംഗങ്ങളാണെന്ന് പറയുന്നത്. പിന്നെ ഡി പറയുന്നത് എന്താണ്? ഇംഗ്ലീഷ് ക്ലബിൽ ആകെ 54 അംഗങ്ങളുണ്ട്. ഇവിടെ ഉത്തരം ടൈപ്പ് ചെയ്തിരുന്നത് 1C എന്നാണ്. കുട്ടികൾ ടൈപ്പ് ചെയ്തിട്ട് ആ കുട്ടികൾ ടൈപ്പ് ചെയ്യുന്ന ശരിയായ ഉത്തരം ഒന്ന് ഫോക്കസിൽ വിളിച്ചു പറയാം. 1/2 C എന്നാണ് എല്ലാവരും ടൈപ്പ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് ശരി. അതാണ് എനിക്കും പറയാനുള്ളത്. ഓപ്ഷൻ സി ആണ് ശരി. അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, ഇവിടെ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. എങ്ങനെയാണ് ഈ സിയിലെ കൃത്യം നമുക്ക് കുട്ടീനെ വിളിക്കാം. ആ കുട്ടി ഏതൊരു കുട്ടി പറയാൻ പറ്റുന്ന കുട്ടിയുടെ മുന്നോട്ട് വരട്ടെ. മക്കളെ, ഇതിൽ ഓപ്ഷൻ സി ശരിയാണ്.
വിവരിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് മുന്നോട്ട് വരാം. നിരഞ്ജന. എങ്ങനെയാണ് നിരഞ്ജന ഇത് കിട്ടിയത്? യെസ് സർ. ആ, ഈ സർക്കിളിന്റെ ഫുള്ള് 360 ഡിഗ്രി അല്ലേ? ഫുള്ള് 360 ഡിഗ്രിയാണ് നിരഞ്ജന. അതിൽ യാതൊരു സംശയവുമില്ല. അത് ശരിയാണ് മോളെ, പറയൂ. പിന്നെ ഈ സൈഡിലെ സയൻസ് ക്ലബ്ബ് 60, വിദ്യാരംഗം 90 ഡിഗ്രിയാണ്. ഒന്ന് ഓടിയേ. ഗണിത ക്ലബ്ബ് ആ വൃത്തത്തിന്റെ പകുതി അല്ലേ മകളെ? യെസ് സർ. ഗണിത ക്ലബ്ബ് പകുതി എന്ന് പറയുമ്പോൾ 180 ഗണിത ക്ലബിന് പോയില്ലേ വൃത്തത്തിന്റെ? ശരി, യെസ് സർ. ശരി, പകുതി പോയി. ഇനി ഈ കാണിക്കുന്ന വിദ്യാരംഗം എന്ന സംഭവം 90 ഡിഗ്രി അല്ലേ കാണിച്ചത്? അതെ സർ. 90 ഡിഗ്രി വിദ്യാരംഗത്തിനും പോയില്ലേ മോളെ? പിന്നെ 60 ഡിഗ്രി സയൻസിലുള്ള വന്നല്ലോ ഇല്ലേ മോളെ? യെസ്. ശരി, ഫോണിൽ പോയി. ശരി, ഗായത്രി ഒന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യണേ. ഈ ഗ്യാസ് ക്ലബ് 180 അല്ലേ മോള്? അതെ സർ. വിദ്യാരംഗം ഇവിടെ കാണിക്കുന്ന അടയാളം കാണിച്ചോണ്ട് 90 ഡിഗ്രി എന്ന് മനസ്സിലായല്ലോ. അതെ സർ. സയൻസ് ഓൾറെഡി നമുക്ക് 60 ഡിഗ്രി തെളിയിച്ചിട്ടുണ്ടല്ലോ. ആ സർ. ശരി, ഇനി എന്റെ ചോദ്യം 60 90 കൂടി കൂട്ടിയാൽ എത്രയാണ്? 150. 150. അങ്ങനെയാണെങ്കിൽ ഇത് 30 അല്ലേ പോലെ ഉണ്ടാവുക? അതെ സർ. പക്ഷെ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 30% അല്ല. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 30%ആണോ? 30 ഡിഗ്രി സർ ക്ലിയർ. മറുപടി പറയണം. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 30%ആണോ? അല്ല സർ. അവിടെയാണ് നിങ്ങൾക്ക് എ എന്ന ഓപ്ഷനിലേക്ക് ചിലപ്പോൾ പോയി പോവുക. 7ാം ക്ലാസ്സിലെ കുട്ടിക്ക് 30% 30 ഡിഗ്രിയാണ്. അത് സംഭവിച്ചു. 7ാം ക്ലാസ്സിലെ 30 ഡിഗ്രി ഇംഗ്ലീഷ് പിള്ളേരെ നമുക്ക് വിശ്വസിക്കാം. പക്ഷെ അതേ സമയത്ത് 30% 30 ഡിഗ്രി അല്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യുന്നത്? 360ന്റെ 1/12 ഭാഗം എത്രയാണ്? 30. 360ന്റെ 1/12 ഭാഗം 360ന്റെ 1/12 ഭാഗം എത്തിയാൽ മതി. 30. അതാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി ആണ് ശരി. 7ാം ക്ലാസ്സിലെ കുട്ടികളിൽ 1/12 ഭാഗം ഇംഗ്ലീഷ് ക്ലബ്ബാണ്. ഈ മറ്റു കുട്ടികൾക്ക് അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയും. ചോദ്യം ലോ എന്ന് പറഞ്ഞ കുട്ടികൾക്ക് വീണ്ടും വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ശരി, ഒന്ന് വിവരിച്ചു കൊടുക്കാമോ? ശരി. അതായത് ഇവിടെ നമുക്ക് ഇവിടെയുള്ള ചോദ്യം എന്ന് വെച്ചാല് ഒരു 7ാം ക്ലാസ്സില് ടോട്ടല് 180 കുട്ടികളുണ്ട്. അപ്പോ അവര് തന്നെ അതില് കുറച്ച് ഭാഗം കുട്ടികള് എന്തായാലും എല്ലാരും കൂടിയിട്ട് ഏതെങ്കിലും ഒരു ക്ലബിലുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ആ ഒരു പൈ ചാർട്ട് കാണാം. അതില് 180 കുട്ടികള് ഏതൊക്കെ ക്ലബിലാണ് എത്ര ശതമാനം തിരിച്ചിട്ട് കാണാം. അതിലും ഹാഫ്, അതായത് ആ സർക്കിളിന്റെ ഹാഫ് ഭാഗവും മാത്സ് ക്ലബിലെ കുട്ടികൾ ആണ്. അപ്പൊ ഒരു സർക്കിൾ എന്ന് പറയുമ്പോ ടോട്ടൽ എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആ 360 ഡിഗ്രിയുടെ ഹാഫ് എന്ന് പറയുമ്പോ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ മാത്സ് ക്ലബില് 180 ഡിഗ്രി അത്രക്കും അളവില് പോയി. ഇനി ബാക്കി വരുന്നതില് വിദ്യാരംഗം എന്ന് പറയുന്ന ക്ലബിലുള്ള കുട്ടികളുടെ ഇത് 90 ഡിഗ്രി ആയിട്ട് കാണുന്നുണ്ട്. 90 ഡിഗ്രിയോളം അതില് കവർ ചെയ്തിട്ടുണ്ട്. വിദ്യാരംഗം എന്ന ക്ലബിലെ കുട്ടികളെ അംഗങ്ങളുടെ എണ്ണം. ഇനി നോക്കുകയാണെങ്കിൽ ബാക്കി വരുന്നത് സയൻസ് ക്ലബും ഇംഗ്ലീഷ് ക്ലബും ആണ്. അപ്പൊ സയൻസ് ക്ലബിൽ ഇവിടെ 60 ഡിഗ്രിയാണ് ഉള്ളത്. അപ്പൊ അത്രത്തോളം ഒരളവില് കുട്ടികൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി ബാക്കി വരുന്നത് ഇംഗ്ലീഷിന്റെയാണ്.
അപ്പൊ ഇംഗ്ലീഷിൽ എത്ര ഡിഗ്രി ആണെന്ന് കണ്ടെത്താൻ 2 വഴികളുണ്ട്. ഒന്നുകിൽ സാറ് പറഞ്ഞ പോലെ 90 ഡിഗ്രിന്ന് 60 ഡിഗ്രി കുറക്കുക, അല്ലെ നമുക്കറിയാം ആ ഒരു ബാക്കി വരുന്ന സയൻസ് 60 ആണെങ്കിൽ 90ന്ന് അതെ 60 കുറിച്ച് 30 കിട്ടും. ഓക്കെ, അപ്പൊ പിന്നെ ഇംഗ്ലീഷ് 30 ആണെന്ന് മനസ്സിലായി. അപ്പൊ ഈ ഇംഗ്ലീഷ് 30 ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇവിടെയുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 7ാം ക്ലാസ്സിലെ കുട്ടികൾ 30% ഇംഗ്ലീഷ് ആണ്. അപ്പൊ ഒരു പൈചാർട്ടില് 30 ഡിഗ്രി ഇംഗ്ലീഷ് ആണെന്ന് വെച്ചാൽ അത് 30% ആവില്ല. നമ്മള് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 60% പേരാണ് എന്നാണ് കിട്ടുക. അതായത് 60 പേരാണ് എന്നാ കിട്ടുക. 30% അപ്പൊ ഇംഗ്ലീഷ് അല്ലാന്ന് എന്തായാലും നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ 30% എന്ന് പറയുന്നത് ഈ ഹോൾ പൈ ചാർട്ടില് 12 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്ത് നോക്കുവാണെങ്കിൽ വിചാരിച്ചോ 360 നമ്മൾ 12 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും 30 എന്ന് കിട്ടും. അപ്പൊ അതിലൂടെ നമുക്ക് ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് കിട്ടും, 1/12. ശരി, നന്നായിട്ട് വിവരിച്ചു. ഞാൻ വിചാരിച്ചതിനേക്കാൾ കുറച്ചുകൂടി നന്നായിട്ട് തന്നെ പറഞ്ഞു. നിങ്ങള് ട്രയാങ്കിളിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഒരു ത്രികോണത്തിന്റെ 3 അളവുകളില് ത്രികോണമാകണമെങ്കിൽ നിങ്ങൾക്കറിയാലോ, ത്രികോണമാകണമെങ്കിൽ ഈ പറഞ്ഞ പാലിക്കണം. എന്ത് പാലിക്കണം? ഒരു ട്രയാങ്കിൾ ആകണമെങ്കിൽ ഈ 2 അളവുകള് തമ്മിൽ കൂട്ടിയാൽ 3ാമത്തെ അളവിനേക്കാൾ അധികം കിട്ടിയാലല്ലേ ത്രികോണമാവും എന്ന് നിങ്ങൾ പഠിച്ചതായിരിക്കും. ഇപ്പൊ 4 3 കൂടി കൂട്ടിയാൽ 5നേക്കാൾ അധികമാണ്. 5 4 കൂടി കൂട്ടിയാൽ 3നേക്കാൾ അധികമാണ്. 5 3 കൂട്ടിയാൽ 4നേക്കാൾ അധികമാണ്. എങ്കിലാണ് അത് ത്രികോണമാവുള്ളൂ. ഇല്ല, ത്രികോണം കിട്ടില്ല അറിയാം. ചെറിയ 2 അളവുകൾ തമ്മിൽ കൂട്ടിയാൽ വലിയ അളവിനേക്കാൾ അധികം കിട്ടുന്നതാണ് ത്രികോണം എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ നിങ്ങൾക്ക് ത്രികോണത്തിന്റെ ചുറ്റളവ് എന്ന് തരികയാണ്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവാണല്ലോ, അതാണല്ലോ പെരിമീറ്റർ. ചുറ്റളവ് നിങ്ങൾക്ക് തരികയാണ്. അപ്പൊ ചുറ്റുമുള്ള അളവ് നിങ്ങൾക്ക് എത്രയാന്ന് പറഞ്ഞാല് 40 സെന്റിമീറ്റർ ആണ് തരുന്നത്. എത്രയാണ് കാര്യത്തിൽ ചുറ്റുമുള്ള അളവ്? 40 സെന്റിമീറ്റർ. 40 സെന്റിമീറ്റർ ചുറ്റളവ് സെന്റിമീറ്റർ പറഞ്ഞാണ് കേട്ടോ. ചുറ്റളവ് നമ്മുടെ ഏരിയ ആണ് സെന്റിമീറ്റർ സ്ക്വയറിൽ പറയണ്ടേ കേട്ടോ. ശരി, ഇതില് ചോദ്യം ഇതാണ്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ചോദ്യം ഇതാണ്. 19 കൊടുത്തിട്ടുണ്ട്, 20 കൊടുത്തിട്ടുണ്ട്, 21 കൊടുത്തിട്ടുണ്ട്, 22 കൊടുത്തിട്ടുണ്ട്. ഒരു ത്രികോണത്തിന്റെ ചുറ്റുമുള്ള അളവ്, ചുറ്റളവ് പെരിമീറ്റർ 20 40 ആണെങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളമാവുന്നത് ഏതാണ്? എല്ലാ കുട്ടികൾക്കും ഒന്നിച്ച് ഉത്തരം വിളിച്ചു പറയാം. ഇതാ ഒഴിയ പോവുകയാണ്. ത്രികോണത്തിന്റെ ചുറ്റളവ് 40 ആണെങ്കിൽ ഇതില് ഏതാണ് ഒരു ത്രികോണത്തിന്റെ ഒരു വശമാവാൻ സാധ്യതയുള്ളത് എന്ന് പറയും മക്കളെ. കുട്ടികൾ 19 വിളിച്ചു പറയാത്ത കാരണമുണ്ട് ഗായത്രി. 40ന്റെ പകുതി എത്രയാണ് ഗായത്രി? 20. ഓ, 20ആണ്. പക്ഷേ ഏറ്റവും നീളം കൂടിയ വശം പരമാവധി പകുതിയിൽ കുറവ് മാത്രമേ പാടുള്ളൂ. 20ന്റെ കുറവുള്ള സംഖ്യയിൽ ഏതാണ് ഗായത്രി? 19. ശരി, 19 എടുത്ത് നോക്കൂ. 19 എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള 2 ഉണ്ടാവും ഗായത്രി. ബാക്കിയുള്ള 2 കൂടിയുള്ള 21. ഞാൻ നോക്കട്ടെ. ഇവിടെ 11 ഇവിടെ 10 കൊടുത്തു ഏരിയ. ആ സംഭവം ത്രികോണമാകുമോ? 11 10 21 19 അധികം.
10 19 6 അധികം. ഇത് രണ്ടും കൂടിയാ 30 10 അധികം. റെഡിയാണ്. അപ്പോൾ 40ന്റെ പകുതിയിലേക്കാളും കുറവുള്ളതാണ് പഠിക്കേണ്ടത്. മനസ്സിലായോ കാര്യത്തിൽ? ഇതാ വരുന്നു അടുത്ത ചോദ്യം. ഞാൻ 2 ഹോംവർക്ക് തരും, അതുകൂടി തന്നിട്ട് ബാക്കിയിട്ടേ നിങ്ങൾ പോകാം. ഗായത്രി, ഇതെന്താണ് വായിക്കുക? 1/a പ്ലസ് ഇതെന്താണ് ഗായത്രി വായിക്കുക? 1/6 സോറി ബി. ഇംഗ്ലീഷ് അക്ഷരാണ്. ഇത് എത്രയാണ് വായിക്കുക? 9/20. 1/a plus 1/b is equal to 9/20 ആയാൽ 1/a minus 1/b എത്രയായി? ഓപ്ഷൻ വേണോ ഗായത്രി? കറിയുത്തരാണ്. ഓപ്ഷൻ വേണോ? വേണം സാർ. കറിയുത്തരാണ് അല്ല. മറ്റുള്ള ചോദിക്കട്ടെ, മക്കളെ നിങ്ങൾക്ക് ഇത് ഓപ്ഷൻ വേണോ? വേണ്ട. വേണ്ട എന്ന് പറഞ്ഞ കുട്ടി മുന്നോട്ട് വാക്കിന് ഉത്തരം. വേണ്ട എന്ന് പറഞ്ഞ കുട്ടി മുന്നോട്ട് പോവാ. എത്രയാണ് വേണ്ടത്? ഞാൻ ഒരു സൂചന തരാം. ഒരു സൂചന ഈ 1/2 കൂടെ 1/3 കൂട്ടിയാൽ 3 2 5 5/6. സംശയമില്ല. 1/2 നിന്ന് 1/3 കുറച്ചാൽ അത് 1/6 സംശയമില്ല. എനിക്ക് ഉത്തരം പറയാം. 1/4 plus 1/5 ആണ്. 1/4 1/5 കൂടി കൂട്ടിയാലാണ് 9/20 കിട്ടുക. അത് പിന്നെ മനസ്സിലാവുമല്ലോ. 5 4 9 4 20 റെഡിയാണ്. 1/4 നിന്ന് 1/5 കുറച്ചാൽ അത് 1/20 ആകുന്നു. എനിക്ക് പറയും ഇതിന്റെ ആൻസറിലേക്ക്. 1/20. 1/20. കോഹോസ്റ്റ് ആയ കുട്ടികൾക്ക് ഇത് മനസ്സിലായി? യെസ്. ദിവസം പോയോ? ഇല്ല സർ. ഒന്ന് പറഞ്ഞു കൊടുക്കൂ. 1/a plus 1/b is equal to 9/20 എങ്കിൽ 1/a minus 1/b എത്രയാണ്? ഇത് നമ്മൾ ചെയ്ത് നോക്കുമ്പോ 1/2 അതിൽ റഫായിട്ട് 1/2 plus 1/3 is equal to 5/6. 1/2 minus 1/3 is equal to 1/6. അതുപോലെ തന്നെ 1/4 plus 1/5 അതാണ് 9/20 നമുക്ക് കിട്ടുന്നത്. അപ്പോ 1/4 minus 1/5 is equal to 1/20 ആണ്. ഇതിൽ നിന്നും ഒരു സംഖ്യയുടെ മുകളിൽ ഒന്നല്ലാതെ മറ്റൊരു സംഖ്യ വന്നാൽ അത് രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരത്തിന്റെ രണ്ട് ഫ്രാക്ഷനുകൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരത്തിന്റെ മുകളിൽ താഴത്തെ സംഖ്യയിനേക്കാളും ചെറിയ മുകളിലത്തെ സംഖ്യ ഒന്നല്ലെങ്കിൽ ആ രണ്ട് സംഖ്യകളും തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ എയും ബിയും തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ 1/താഴത്തെ സംഖ്യ എന്നാണ് നമുക്ക് ലഭിക്കുക.
1/49 plus 1/39 is equal to a by b ആയാൽ എയുടെ വില എത്രയായിരിക്കും ഗായത്രി? 49 plus 39 sir. ഓ ആയിക്കോട്ടെ, 49 plus 39 ഞാൻ തന്നെ കൂട്ടണം. ശരി ആയിക്കോട്ടെ, കൂട്ടിക്കഴിഞ്ഞാൽ എങ്കിൽ ബിയുടെ വില എത്രയായിരിക്കും ഗായത്രി? സാർ 49 പ്ലസ് 49 അല്ല 39 ആണ്. 49 plus 39 മനസ്സിലായി. ബിയുടെ വില എത്രയായിരിക്കും? 49 into 39 ആയിരിക്കും sir. ഇപ്പൊ സൗകര്യമില്ല, വിളിക്കാതെ നിങ്ങൾ വിളിച്ചു വെക്കാതെ എത്രയാണ് കാര്യത്തിൽ നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോകാം. ഓക്കെ ആണ്? Okay sir. 1 2 3 4 5 6 7 8 9 10 ഡാഷ് 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 നിങ്ങൾ തുടരുകയാണ് ഗായത്രി. sir. ഇതാണ് ഗായത്രി. ഇതിൽ 15ാമത്തെ വരിയില അവസാനത്ത് നമ്മളത് which is the last number in the 15th line. എന്ത് ചെയ്യണമെന്നല്ല ഞാൻ ചെയ്യുന്നു. മറ്റുള്ള കുട്ടികളോട് ചോദിച്ചോട്ടെ, മക്കളെ ഞാൻ എന്ത് ചെയ്യണം എനിക്ക് ഇതിന് ഉത്തരം കിട്ടണമെങ്കിൽ? എന്ത് ചെയ്യണം ഇതിന്റെ ആൻസർ കിട്ടണമെങ്കിൽ? 15 into 15. Sir, 1 plus 2 is equal to 3. 3 plus 3 is equal to 6. 6 plus 4 is equal to 10. അങ്ങനെ ചെയ്ത് പോകാൻ പറ്റുമോ? സ്ക്വയർ ആണോ? ഇവിടെ അവസാനിക്കുന്ന നമ്പേഴ്സ് ട്രയാങ്കുലർ നമ്പറാണ്. 1 3 6 10 അങ്ങനെ 15 ഇങ്ങനെ പോകും. അപ്പൊ ഈ അവസാനിക്കുന്ന നമ്പേഴ്സ് ഇവിടെ ട്രയാങ്കുലർ നമ്പറാണ്. ട്രയാങ്കുലർ നമ്പർ എന്ന് പറഞ്ഞാൽ 1 is equal to 1. 1 plus 2 is equal to 3. 1 plus 2 plus 3 is equal to 6. These are called the triangular numbers. രണ്ട് അടുത്തടുത്ത് triangular number കുട്ടികൾ സ്ക്വയർ നമ്പർ കിട്ടും. അതൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ പറയുന്നതാണ്. ഇവിടെ 15ാമത്തെ വരിയിലെ സംഭവം കാണണമെങ്കിൽ ഇവിടെ 1 2 3 4 നാലാമത്തെ വരിയിൽ 10 കിട്ടിയത് 4നെ 5 കൊണ്ട് ഗുണിച്ചിട്ട് പകുതിയാക്കിയതാണ്. മൂന്നാമത്തെ വരിയിൽ 6 കിട്ടിയത് 3നെ 4 കൊണ്ട് ഗുണിച്ചിട്ട് പകുതിയാക്കിയതാണ്. 15ാമത്തെ വരിയിൽ അവസാനത്തെ കിട്ടാൻ 15നെ 16 കൊണ്ട് ഗുണിച്ചിട്ട് പകുതിയാക്കിയതാണ്. 16ന്റെ പകുതി 8ആണ്. 15നെ 8 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പമാർഗം 30നെ 4 കൊണ്ട് ഗുണിച്ച് നോക്കിയാൽ മതി. എത്രയാണ് 30 4 കൊണ്ട് ഗുണിച്ചാൽ? ജോസ് മിണ്ടത്തില്ല. 30നെ 4 കൊണ്ട് ഗുണിച്ചാൽ മക്കളെ 120. അടുത്ത ചോദ്യം ചോദിച്ചോളൂ. സ്ക്വയർ നമ്പർ ചോദിക്കാം, ഇങ്ങനെ പലരും ചോദ്യങ്ങൾ അടുത്ത ചോദ്യം ചോദിച്ചോളൂ. ഒരു ചോദ്യം കൂടി തരുന്ന ബാക്കി ഹോംവർക്ക് തരികയാണ്. -99 plus 98 minus 97 plus 96 എന്ത് പോക്കാവുന്നത്? minus 95 plus dash 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 എന്നിട്ടോ plus 4 minus 3 plus 2 minus 1 എത്രയാണ് ഗായത്രി? മക്കളെ ഇതിന് ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറക്കെ യെസ് എന്ന് പറയാം. Yes. Yes.
അപ്പൊ ഓപ്ഷൻ തരാം. ഓപ്ഷൻ തരാം, പേടിക്കണ്ട, ഓപ്ഷൻ തരാം. ഓപ്ഷൻ 55 ഉണ്ട്, 50 ഉണ്ട്, പിന്നെയോ 60 ഉണ്ട്, 65 ഉണ്ട്. ഗായത്രി, ഇതിലേതായിരിക്കും ഗായത്രി ശരി? ഞാൻ ഗായത്രിയോട് ചോദ്യം ചെയ്യട്ടെ, ഗായത്രി മറുപടി കഴിക്കുന്നു. 1 മുതൽ 100 വരെ എത്ര എണ്ണസംഖ്യ ഉണ്ട്? 100. അതിന് മറുപടി തരാം. 1 ഉൾപ്പെടെ 100 ഉൾപ്പെടെ എത്ര നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്? 100. സംശയം. അതിനെത്ര ഓഡ് നമ്പർ ഉണ്ട് പോണേ? 50 ഓഡ് നമ്പറും 50 ഈവൻ നമ്പർ. അതിനെത്ര ഈവൻ നമ്പർ ഉണ്ട്? 50 ഈവൻ നമ്പർ. സംശയം. ഇനി 1, 2, 1, 3, 5 3 തുടർച്ചയായ ഓഡ് നമ്പർ ഞാൻ കൂട്ടിയപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 9. അത് 3ന്റെ സ്ക്വയർ ആണ്. അതെ സർ. 3ന്റെ സ്ക്വയർ, 3 ഉണ്ടെങ്കിൽ 3ന്റെ സ്ക്വയർ. പക്ഷെ ഒന്നവിടെ വേണേ. അതേ സമയത്ത് ഈ 3 ഈവൻ നമ്പേഴ്സ് കൂട്ടിയിട്ടിരിക്കുന്ന കിട്ടുന്നത് 12. അവിടുത്തെ വിദ്യ എന്ന് പറഞ്ഞാൽ 2 ഉൾപ്പെടെ 3 ഈവൻ നമ്പറാണ് തുടർച്ചയായിട്ട് കൂട്ടുന്നതെങ്കിൽ 3 ആരോട്ടം വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ 3 ആരോട്ടിക്കും. അപ്പൊ ഞാൻ ഗായത്രിയോട് ചോദിക്കട്ടെ, ഈ 9ഉം 11ഉം വ്യത്യാസം എങ്ങനെയാണ്? 3. അപ്പൊ അതായിരിക്കും വ്യത്യാസം. ഇവിടെ ഓഡ് നമ്പർ അങ്ങനെയായിരിക്കും വ്യത്യാസം. സംശയം. നിങ്ങളുടെ 2, 4, 6 ഇങ്ങനെ പോയി +100 വരെ എത്ര ഈവൻ നമ്പർ ഉണ്ട് നമ്മളെ? എന്തൊരു സങ്കട. 2 മുതൽ 100 വരെ മറ്റുള്ള കുട്ടിയോട് ചോദിച്ചോളൂ. 2 മുതൽ 100 വരെ എത്ര ഈവൻ നമ്പർ? 50. സാർ 50. ഗായത്രിയുടെ അടുത്ത് ചോദിക്കും, നമുക്ക് ഗായത്രി കിട്ടുന്നില്ല. 2 മുതൽ 100 വരെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട്? 50. അത് പറയണ്ടേ? 50. ഇനി പർവിൻ ജോസഫ്, 1 മുതൽ 99 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? 50. അത് മനസ്സിലായി. ഇനി 50 ഈവൻ നമ്പേഴ്സിന്റെ സംഭവമാണ്. 50നെ 51 വിളിച്ചാൽ 50 ഓഡ് നമ്പേഴ്സിനെ 50നെ 50 വിളിച്ചാൽ. അപ്പൊ ഓഡ് നമ്പേഴ്സ് 1 മുതൽ എത്ര ഉണ്ടോ ആ എണ്ണം തന്നെ വിളിക്കണം. ഈ ഈവൻ നമ്പേഴ്സ് 2 മുതൽ എത്ര ഉണ്ടോ അപ്പോ ആ എണ്ണത്തിൽ തൊട്ടടുത്തോട് വിളിക്കണം. വിളിക്കണം. അപ്പം 50നെ 51 കൊണ്ട് വിളിച്ചാൽ 50നെ 50 കൊണ്ട് വിളിച്ചാൽ ഒരു 50ന്റെ വ്യത്യാസത്തിലാണ് വരുന്നത്. അപ്പം നമ്മുടെ ആൻസർ 50 ആണെന്ന് മനസ്സിലായി. ഇനി അടുത്ത ഒരു ചോദ്യത്തോടു കൂടി ചോദ്യം അവസാനിപ്പിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഹോംവർക്കാണ്. ഇത് കുറച്ച് മുന്നോട്ട് പോയി തോന്നുന്നു. കാരണം ശരി, 1/9 ഡിവൈഡഡ് ബൈ 1/9 ഡിവൈഡഡ് ബൈ 1/9 ഡിവൈഡഡ് ബൈ 1/9 എത്രയാണ്? ഓപ്ഷൻസ് തരുന്നു. 81, 1/81, പിന്നെയോ 1/729, പിന്നെയോ 1/9. ചോദ്യം വായിച്ച ഗായത്രി. 1/9 ഡിവൈഡഡ് ബൈ 1/9 ഡിവൈഡഡ് ബൈ 1/9 ഡിവൈഡഡ് ബൈ 1/9. ഇങ്ങനെ 1/9 4 വട്ടം ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇതിലെ ആൻസർ എത്രയായിരിക്കും? ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. 81.
81. കറക്റ്റാണ്. നല്ല മക്കള് കറക്റ്റാണ്. ഒന്നിലെ മക്കളെ 1/5 ഗുണിക്കണം നടക്കുക 9/1 നടക്കുക. 9/1 ചെയ്തണ്ട 9 എഴുതിയാൽ മതി. ഇല്ലു അടുത്തതും 9/1, അടുത്തതും 9/1. ഈ 9 80 അങ്ങ് വെട്ടിപ്പോകും. പിന്നെ 2 9 ബാക്കി. 9 മക്കളെ 81. അപ്പോ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതാ ചോദ്യം വരുന്നു. ഈ ചോദ്യത്തിന്റെ ആൻസർ മക്കൾ ചെയ്യാൻ ഒറ്റ ചോദ്യം തരുന്നു. ഒരു ചോദ്യം കൊണ്ട് എനിക്ക് നിരീക്ഷിക്കും എന്താണ് ചോദ്യം. അതുകൊണ്ട് ക്ലാസ് ലീവ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മറ്റു കുട്ടികളോട് ചോദിക്കട്ടെ, പുതുതായിട്ട് വന്ന കുട്ടികളോട് പ്രത്യേകിച്ച് ചോദിക്കട്ടെ, മക്കളെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ശരി. അപ്പോ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ്സുകൾ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. യൂട്യൂബ് ചാനൽ ലേണർ, പുതുതായിട്ട് വന്ന കുട്ടികളോട് ലേണർ USS എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ വന്നിരിക്കും. അപ്പൊ ചോദ്യം ഇതാ വരുന്നു, പഠിച്ചു. What is the sum of all factors of the reciprocal of 28? ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്തെടുക്കുക, പിന്നെ മലയാളം പറയാം. What is the sum of all factors of reciprocals of 28? ചോദ്യം ഒന്ന് വായിച്ചേ. What is the sum of all factors of reciprocal of 28? എന്ന് പറഞ്ഞാൽ 28ന്റെ എല്ലാ ഘടകങ്ങളുടെയും 28ന്റെ എല്ലാ ഘടകങ്ങളുടെയും അടുത്ത ക്ലാസ്സിൽ ഈ ചോദ്യത്തിന്റെ വിശദീകരണം ഓർമ്മിപ്പിക്കുമോ ഗായത്രി? സർ ഓർമ്മിപ്പിക്കും. ഉൽക്രമങ്ങളുടെ റെസിപ്രോക്കൽ അതാണല്ലോ. ഉൽക്രമങ്ങളുടെ തുക എത്ര? 28ന്റെ എല്ലാ ഘടകങ്ങളുടെയും ഉൽക്രമങ്ങളുടെ തുക എത്ര എന്നാണ് ഇന്നത്തെ ചോദ്യം. ഓപ്ഷൻ തരികയാണ്. 56 ആണോ, അതല്ല 10 ആണോ, അതല്ല 1 ആണോ, അതല്ല 2 ആണോ? നിങ്ങൾ തീരുമാനിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ അവസാനിപ്പിക്കുകയാണ്. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നല്ല ഒരു ദിവസം നേരുന്നു. എല്ലാവർക്കും വിജയം നേരുന്നു. എല്ലാവരും ഗിഫ്റ്റഡ് കുട്ടികളുടെ ലിസ്റ്റിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.